ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഉള്ളിക്കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ 2 തക്കാളി, ഒരു നെല്ലിക്കയുടെ വലുപ്പമുള്ള പുളി, 2 പച്ചമുളക്, ഒരു 10ഓളം വരുന്ന വെളുത്തുള്ളി, 2 ചെറിയ പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു 150 ഗ്രാം ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നല്ല വലിയ ഉള്ളിയാണെങ്കിൽ ഒരു 3-4 ഒക്കെ ആയിട്ട് കട്ട് ചെയ്യുക. ചെറുതാണെങ്കിൽ ഒരു 2 ആയിട്ടൊക്കെ കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പുളി ഒന്ന് പിഴിഞ്ഞെടുക്കുക, ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുക്കുക, പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തെടുക്കുക, അതുപോലെ തന്നെ തക്കാളി ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതേപോലെ ഒരു ചെറിയൊരു മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ 3 വറ്റൽമുളക് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതെല്ലാം ഒന്ന് ചേർത്ത് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതെ, ഇതൊന്നും ഇങ്ങനെ മുളക് ഒരുപാട് കരിഞ്ഞു പോകണ്ട. ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 3/4 ടീസ്പൂൺ പെരുംജീരകം, പൊടി ചേർക്കണ്ട, പെരുംജീരകം അങ്ങനെ ചേർക്കുക. അവസാനം അത് വെന്ത് കലങ്ങിപ്പോയിക്കോളൂ കേട്ടോ. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന 2 പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളകൊന്ന് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് ആ പച്ചക്കുത്ത് പോകോളം ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ല ടേസ്റ്റിയായ ഒരു കറി കേട്ടോ. സദ്യയിലൊക്കെ നമുക്ക് വിളമ്പാനും പറ്റും. അതുപോലെ തന്നെ ഈ ഒരു കറി മാത്രം മതി, നമുക്ക് വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു ഒറ്റ കറി കൂട്ടി നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് 2 പിഞ്ച് ഉലുവയാണ്. ഉലുവ ആദ്യം തന്നെ ചേർക്കണ്ട, ഇടയിൽ ചേർത്താൽ മതി. പെട്ടെന്ന് ഉലുവ കരിഞ്ഞു പോകാതിരിക്കാനാണ്. അപ്പോൾ 2 പിഞ്ച് മാത്രം മതി. ഉലുവയുടെ അളവ് കൂടിയാൽ ഉലുവയുടെ ടേസ്റ്റ് ആയി പോകും കേട്ടോ. ഇനി ഇതിലേക്ക് ആ ഉലുവയെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. അപ്പം ഇനി ചെറിയ ഉള്ളിക്ക് വരെ സവാള ചേർക്കുമോ ചോദിച്ചാൽ സവാള അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉള്ളിക്കറിയൊക്കെ വെക്കുമ്പോൾ സാധാരണ നമ്മൾ ചെറിയ ഉള്ളി തന്നെയാണ് എടുക്കുക. അപ്പോൾ ചെറുള്ളിയിൽ തന്നെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഈ ഉള്ളി ഒന്ന് വാടി കിട്ടാൻ ആവശ്യമായി കുറച്ച് കൂടുതൽ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ അവസാനം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ കൂടുതൽ ഉപ്പ് ഞാൻ ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല എരിയുള്ള പച്ചമുളകാണ്. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് വാടി വന്നിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒരു 150 ഗ്രാം ഉള്ളിയുടെ അളവിലാണ് ഞാൻ ഈ ഒരു എല്ലാ ചേരുവകളും പറയുന്നത് കേട്ടോ. അപ്പോൾ കൂടുതൽ ഉള്ളി നിങ്ങൾ എടുത്ത് കൂടുതൽ കറി തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ചേരുവകളും കൂട്ടിയെടുക്കാനും ശ്രദ്ധിക്കണേ. എരിവ് പിന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി, എരിവും ഉപ്പും ഒക്കെ കേട്ടോ. പിന്നെ ഇതൊന്നും ഇങ്ങനെ വാടി വന്ന സമയത്ത് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 മുതൽ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, ടീസ്പൂണോളം മുളക് പൊടി ചേർക്കാം. ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, ടീസ്പൂണോളം മുളക് പൊടി ചേർക്കാം, നിങ്ങളുടെ എരിവിനനുസരിച്ച് കേട്ടോ. അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി ഒന്ന് മൂപ്പിച്ചെടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. അപ്പോൾ എല്ലാ പൊടികളും കൂടി ചേർക്കുന്നതിന് മുമ്പ് മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഫ്ലെയിം ഇപ്പം ഞാൻ മൺചട്ടി ആയതുകൊണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു 3 പൊടികളെ നമുക്ക് ഈ ഒരു കറിക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. 1 ടീസ്പൂൺ മാത്രമാണ് മല്ലിപ്പൊടി ചേർത്തത്, കൂടുതൽ ചേർക്കരുത്. പൊടികളുടെ കുത്ത് കൂടുതലായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത്രയും 3 പൊടികളും ചേർത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്, മൺചട്ടി ആയതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചത്. നിങ്ങൾ സാധാരണ ഏതെങ്കിലും ചീനച്ചട്ടിയോ നോൺ സ്റ്റിക്കിൻ്റെ ഇതൊക്കെ ആണെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിൻ്റെ പച്ചക്കുത്ത് പോകുവോളം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ആ പൊടികളുടെ പച്ചക്കുത്ത് നന്നായിട്ട് പോകണം കേട്ടോ. എന്നിട്ട് അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പുളി ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഒന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ അരിച്ചെടുത്തതാണ്. അതിൻ്റെ അടിയിൽ ഊറിയിട്ടുള്ള ആ ഒരു കട്ടും കൂടി ഞാനൊന്ന് അരിച്ച് മാറ്റുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോഴും ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പുളി എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു കപ്പിൽ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് നിങ്ങളൊന്നും കരുതണ്ട, ഇത് തിളച്ചിട്ട് വറ്റാനുള്ളതാണ്. അപ്പോൾ ഞാനിതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഒരല്പം കുറവുണ്ട്, അപ്പോൾ ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്നിങ്ങനെ തിള വരുമല്ലോ, ആ സമയത്താണ് നമ്മൾ അടുത്ത ചേരുവ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് കേട്ടോ. ഒരു വലിയ ശർക്കരയുടെ ഒരു പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ചെറിയ ശർക്കര ആണെങ്കിൽ, ഒരു പീസ് ചെറിയ ശർക്കരയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ശർക്കര അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരളവിൽ പറയുമ്പോൾ ഇത് അത്യാവശ്യം വലിയ ശർക്കര ആയതുകൊണ്ടാണ് പകുതി ചേർത്തത്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ തിളച്ചതിന് ശേഷം
ഏറ്റവും ലോ ഫ്ലെയിമിലും ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം എടുത്തത്. അപ്പോൾ ഇത് നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനും ഗ്യാസിൻ്റെ ആ ഒരു കത്തുന്ന ഫ്ലെയിമിനൊക്കെ അനുസരിച്ച് കുക്കിംഗ് ടൈമിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ വരും. ഇപ്പോൾ നമ്മുടെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തേക്കാം. അപ്പോൾ ഇനി നമുക്കിതൊരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിക്കറിയാണ്. ഇഷ്ടമാകുകയാണെങ്കിൽ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്നെ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുന്നുണ്ട്, അധിക പേരും ചെയ്യുന്നുണ്ട്, കുറച്ച് പേര് ചെയ്യാതെയുണ്ട്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലുള്ള നല്ല അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.